ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷുവൊക്കെയല്ലേ വരുന്നത്, നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫേഷ്യൽ തന്നെ ചെയ്യാമെന്ന്. നമ്മുടെ വീട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കടയിൽ പോയി ഒക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയ്ക്ക് വേഗം കിടക്കാം. അപ്പം ഞാൻ എൻ്റെ ഹെയർ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാണ്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലെൻസ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് ഇതുപോലെ കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ഡസ്റ്റ് മുഴുവൻ നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇത് വൈറ്റ് കളറായിരുന്ന കോട്ടൺ പാഡ് ഇപ്പോൾ ഒരു യെല്ലോ കളർ പോലെ ആയേക്കാണ്. നമ്മുടെ ഈ പോഴ്സിൻ്റെ ഉള്ളിൽ മുഴുവനും നിറച്ച് ഡേർട്ട് മുഴുവൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തെങ്കിൽ നന്നായിട്ട് പോകും കേട്ടോ. നമുക്ക് ആ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പഞ്ഞീനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു കോട്ടൺ പാഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫേസ് വാഷ് ഇട്ട് കഴുകിയാലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലെൻസ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് നീറ്റ് ആവണം നമ്മുടെ ഫേസ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ക്ലെൻസിങ് ഇവിടെ കഴിഞ്ഞേക്കാണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് എടുത്തേക്കുന്നത്. കുറച്ച് പച്ച ഉരുളങ്കിഴങ്ങിൻ്റെ നീരും, പിന്നെ അതുപോലെ കോഫി പൗഡറും, പിന്നെ അലോവേറ ജെല്ലും. ഇത് 3 നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി ഇടാനൊക്കെ നോക്കിക്കോളൂ. ഞാനിപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളൂ, കാരണം ഇപ്പം ഞാൻ ചെയ്തെങ്കിൽ ഈ ഡ്രസ്സ് മുഴുവൻ ഞാൻ കൊളാക്കി എടുക്കും. അതാണ് ഞാനിവിടെ കാണിക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജെന്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ജെന്റിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നേക്കാണ്. ഇപ്പോൾ കോഫി പൗഡർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പോഴ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇത് കയറിയിരിക്കും. ചുമ്മാ അത് വാഷ് ചെയ്താലൊന്നും പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മതി. വേണമെങ്കിൽ ഈ ഒരു കോട്ടൺ പാഡ് നമുക്ക് മിൽക്കിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലാണെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമൽ വെള്ളം തന്നെയാണ് എടുത്തേക്കണേ. തേർഡ് സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടി ഞാൻ എടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൾട്ടാനി മിൽറ്റിയും പിന്നെ അതുപോലെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മിക്സ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇച്ചിരി കൂടി പോയി സൈഡിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട, അതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഞാൻ വാഷ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വലിഞ്ഞു തുടങ്ങി. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ ഫേസ് ഇതേ വാഷ് ചെയ്ത് വന്നേക്കാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഴിയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കത് ഉണ്ടാക്കിയിട്ട് വരാം. കിഴി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞവരേൻ്റെ അരിയാണ് കേട്ടോ. അപ്പം ഞവരേൻ്റെ അരി ഞാൻ ജസ്റ്റ് കുക്കറിലിട്ട് നന്നായിട്ട് വിസിലടിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരിനെ നമുക്ക് പാല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. മീൻസ് ഈ ഒരു ചോറ് പോലത്തെ ആ ഒരു ഇതിനെ ജസ്റ്റ് ഒന്ന് പാല് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് അത് കീഴിലേക്ക് കെട്ടാം. അവരെൻ്റെ അരി ഞാൻ എടുത്തേക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഒരു കൈയിൻ്റെ ഒരു പിടി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഞാൻ കുറുക്കിയെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിരിക്കും. പിന്നെ അടിയിൽ പിടിക്കാണ്ടൊക്കെ നോക്കണം. ഏകദേശം റെഡി ആയിട്ട് ഇനി നമുക്കിത് കീഴിലേക്ക് അങ്ങോട്ട് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ടൈപ്പ് തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ഒരു തുണി ഉണ്ടാവില്ലേ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം, ആ ഒരു ഇത് സ്ക്വയർ പീസ് ആയിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. ഇരുട്ടായി വരുന്നുണ്ട് തന്നെ വീഡിയോയിൽ ഇനി ക്ലാരിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു കിഴി ജസ്റ്റ് നമ്മൾ ഫേസിലേക്ക് ഒന്നിട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. കിഴി ഫുള്ളായിട്ട് നമ്മൾ ഫേസിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കളയണം എന്നൊന്നുമില്ല കേട്ടോ. ഇതിലുള്ള ആ ഒരു റൈസ് മുഴുവനും നമ്മളൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഫേസ് പാക്ക് പോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലതാണ് ശരിക്കും പറഞ്ഞത്. ഞാനിനി വാഷ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ വാഷ് ചെയ്ത് വന്നേക്കാണ്. നല്ല രീതിക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഒരു ഞവരേൻ്റെ അരിനെ പറ്റി ഞാനിങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് കഴിക്കുമ്പോഴാണെങ്കിലും നമുക്ക് എന്തിനാണെങ്കിലും നല്ല ഗുണമുള്ള ഒരു ടൈപ്പ് അരിയാണ്. കാരണം ഇതിന് കറമ്പലൊന്നും കളയാണ്ടാണ് നമുക്ക് ഇതിനെ കിട്ടുകയും ചെയ്യാം. മറ്റു അരിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ചെറുതായിട്ടൊരു റേറ്റൊക്കെ ഇത്തിരി കൂടുതലാണ്. ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.